അധ്യായം 24 അന്നൂർ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 64. പ്രകാശം എന്നാണ് നൂറിന്റെ ഭാഷാർത്ഥം. ഇതിലെ 35-ാം സൂക്തത്തിലാണ് ഈ പദമുള്ളത്. ഹിജ്റ 6-ാം വർഷം ബനുൽ മുസ്തലിഖ് യുദ്ധത്തിനു ശേഷമാണ് ഇത് അവതീർണമായത്. ഇസ്ലാമിന്റെ സാംസ്കാരിക സദാചാര വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട നിരവധി നിയമനിർദ്ദേശങ്ങളും അധ്യാപനങ്ങളുമാണ് ഇതിലെ പ്രധാന പ്രമേയം. ലൈംഗിക സദാചാരം, വ്യഭിചാരം, അപവാദാരോപണം, ഭാര്യാഭർത്താക്കന്മാർക്കിടയിലെ കുറ്റാരോപണം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഈ അധ്യായത്തിൽ വിശകലനം ചെയ്യപ്പെടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊരധ്യായമാണ്. നാം ഇതിറക്കി തന്നിരിക്കുന്നു. ഇതിനെ നിയമമാക്കി നിശ്ചയിച്ചിരിക്കുന്നു. നാം ഇതിൽ വ്യക്തമായ തെളിവുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ. വ്യഭിചാരിണിയെയും വ്യഭിചാരിയെയും 100 അടി വീതം അടിക്കുക. അല്ലാഹുവിന്റെ നിയമവ്യവസ്ഥ നടപ്പാക്കുന്ന കാര്യത്തിൽ അവരോടുള്ള ദയ നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിന് സത്യവിശ്വാസികളിൽ ഒരു സംഘം സാക്ഷ്യം വഹിക്കുകയും ചെയ്യട്ടെ. വ്യഭിചാരി വ്യഭിചാരിണിയെയോ ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ വിവാഹം കഴിക്കുകയില്ല. വ്യഭിചാരിണിയെ വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം ചെയ്യുകയുമില്ല. സത്യവിശ്വാസികൾക്ക് അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. 4 സാക്ഷികളെ ഹാജരാക്കാതെ ചാരിത്രവതികളുടെ മേൽ കുറ്റമാരോപിക്കുന്നവരെ നിങ്ങൾ 80 അടി വീതം അടിക്കുക. അവരുടെ സാക്ഷ്യം പിന്നീടൊരിക്കലും സ്വീകരിക്കരുത്. അവർ തന്നെയാണ് തെമ്മാടികൾ. അതിനുശേഷം പശ്ചാത്തപിക്കുകയും വിശുദ്ധി വരിക്കുകയും ചെയ്തവരൊഴികെ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. തങ്ങളുടെ ഭാര്യമാരുടെ മേൽ കുറ്റമാരോപിക്കുകയും അതിന് തങ്ങളല്ലാതെ മറ്റു സാക്ഷികളില്ലാതിരിക്കുകയുമാണെങ്കിൽ അവരിലൊരാളുടെ സാക്ഷ്യം താൻ തീർച്ചയായും സത്യവാനാണെന്ന് അല്ലാഹുവിന്റെ പേരിൽ 4 തവണ ആണയിട്ട് പറയലാണ്. 5-ാം തവണ താൻ കള്ളം പറയുന്നവനാണെങ്കിൽ ദൈവശാപം തന്റെ മേൽ പതിക്കട്ടെ എന്നും പറയണം. തീർച്ചയായും അയാൾ കള്ളം പറയുന്നവനാണെന്ന് അല്ലാഹുവിന്റെ പേരിൽ അവൾ 4 തവണ ആണയിട്ട് സാക്ഷ്യപ്പെടുത്തിയാൽ അത് അവളെ ശിക്ഷയിൽ നിന്നൊഴിവാക്കുന്നതാണ്. 5-ാം തവണ അവൻ സത്യവാനെങ്കിൽ അല്ലാഹുവിന്റെ കോപം തന്റെ മേൽ പതിക്കട്ടെ എന്ന് പറയണം. അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങൾക്കില്ലാതിരിക്കുകയും അല്ലാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും യുക്തിമാനും അല്ലാതിരിക്കുകയുമാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? തീർച്ചയായും ഈ അപവാദം പറഞ്ഞു പരത്തിയവർ നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു വിഭാഗമാണ്. അത് നിങ്ങൾക്ക് ദോഷകരമാണെന്ന് നിങ്ങൾ കരുതേണ്ട, മറിച്ച് അത് നിങ്ങൾക്ക് ഗുണകരമാണ്. അവരിലോരോരുത്തർക്കും താൻ സമ്പാദിച്ച പാപത്തിന്റെ ഫലമുണ്ട്. അതോടൊപ്പം അതിന് നേതൃത്വം നൽകിയവന് കടുത്ത ശിക്ഷയുമുണ്ട്. ആ വാർത്ത കേട്ടപ്പോൾ തന്നെ സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് സ്വന്തം ആളുകളെപ്പറ്റി നല്ലത് വിചാരിക്കാമായിരുന്നില്ലേ? ഇതു തികഞ്ഞ അപവാദമാണെന്ന് അവർ പറയാതിരുന്നതെന്തുകൊണ്ട്? അവരെന്തുകൊണ്ട് അതിന് 4 സാക്ഷികളെ ഹാജരാക്കിയില്ല? അവർ സാക്ഷികളെ ഹാജരാക്കാത്തതിനാൽ അവർ തന്നെയാണ് അല്ലാഹുവിങ്കൽ അസത്യവാദികൾ. ഇഹത്തിലും പരത്തിലും അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങൾക്കുണ്ടായിരുന്നില്ലെങ്കിൽ ഈ അപവാദ വാർത്തകളിൽ മുഴുകിക്കഴിഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ കഠിനമായ ശിക്ഷ ബാധിക്കുമായിരുന്നു. നിങ്ങൾ ഈ അപവാദം നിങ്ങളുടെ നാവുകൊണ്ട് ഏറ്റുപറഞ്ഞു. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞു പരത്തി. അപ്പോൾ നിങ്ങളത് നന്നേ നിസാരമാണെന്ന് കരുതി. എന്നാൽ അല്ലാഹുവിങ്കൽ അത് അത്യന്തം ഗുരുതരമായ കാര്യമാണ്. അത് കേട്ട ഉടനെ നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞില്ല? നമുക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ പാടില്ല.
അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധൻ! ഇത് അതിഗുരുതരമായ അപവാദം തന്നെ. അല്ലാഹു നിങ്ങളെ ഇതാ ഉപദേശിക്കുന്നു, നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ളത് ആവർത്തിക്കരുത്, നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ. അല്ലാഹു നിങ്ങൾക്ക് അവന്റെ പ്രമാണങ്ങൾ വിവരിച്ചു തരുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. സത്യവിശ്വാസികൾക്കിടയിൽ അശ്ലീലം പ്രചരിക്കുന്നതിൽ കൗതുകം കാട്ടുന്നവർക്ക് ഇഹത്തിലും പരത്തിലും നോവുറ്റ ശിക്ഷയുണ്ട്. അല്ലാഹു എല്ലാം അറിയുന്നു, നിങ്ങളോ അറിയുന്നുമില്ല. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവുമില്ലാതിരിക്കുകയും അല്ലാഹു കൃപയും കാരുണ്യവുമില്ലാത്തവനാവുകയുമാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വിശ്വസിച്ചവരെ, നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റരുത്. ആരെങ്കിലും പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുകയാണെങ്കിൽ അറിയുക, നീചവും നിഷിദ്ധവും ചെയ്യാനായിരിക്കും പിശാച് കൽപ്പിക്കുക. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിലാരും ഒരിക്കലും വിശുദ്ധി വരിക്കുമായിരുന്നില്ല. എന്നാൽ അല്ലാഹു അവനിച്ഛിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നിങ്ങളിൽ ദൈവാനുഗ്രഹവും സാമ്പത്തിക കഴിവുമുള്ളവർ തങ്ങളുടെ കുടുംബക്കാർക്കും അഗതികൾക്കും അല്ലാഹുവിന്റെ മാർഗത്തിൽ നാടുവെടിഞ്ഞ് പലായനം ചെയ്തെത്തിയവർക്കും സഹായം കൊടുക്കുകയില്ലെന്ന് ശപഥം ചെയ്യരുത്. അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യട്ടെ. അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. പരിശുദ്ധരും ദുർനടപടിയെക്കുറിച്ചാലോചിക്കുക പോലും ചെയ്യാത്തവരുമായ സത്യവിശ്വാസിനികളെ സംബന്ധിച്ച് ദുരാരോപണമുന്നയിക്കുന്നവർ ഇഹത്തിലും പരത്തിലും ശപിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവരുടെ തന്നെ നാവുകളും കൈകാലുകളും സാക്ഷി നിൽക്കുന്ന നാളിലാണ് അതുണ്ടാവുക. അന്ന് അല്ലാഹു അവർക്ക് അവരർഹിക്കുന്ന പ്രതിഫലം പൂർണ്ണമായി നൽകും. അല്ലാഹു തന്നെയാണ് പ്രത്യക്ഷമായ സത്യമെന്ന് അവർ അന്നറിയും. ദുഷിച്ച സ്ത്രീകൾ ദുഷിച്ച പുരുഷന്മാർക്കുള്ളവരാണ്. ദുഷിച്ച പുരുഷന്മാർ ദുഷിച്ച സ്ത്രീകൾക്കും. പരിശുദ്ധകളായ സ്ത്രീകൾ പരിശുദ്ധരായ പുരുഷന്മാർക്കുള്ളതാണ്. പരിശുദ്ധരായ പുരുഷന്മാർ പരിശുദ്ധകളായ സ്ത്രീകൾക്കും. ആളുകൾ ആരോപിക്കുന്ന കാര്യത്തിൽ അവർ നിരപരാധരാണ്. അവർക്ക് പാപമോചനമുണ്ട്, മാന്യമായ ജീവിത വിഭവങ്ങളും. വിശ്വസിച്ചവരെ, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ആ വീട്ടുകാരോട് നിങ്ങൾ അനുവാദം തേടുകയും അവർക്ക് സലാം പറയുകയും ചെയ്യും വരെ. അതാണ് നിങ്ങൾക്കുത്തമം. നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാനാണിത്. അഥവാ നിങ്ങൾ അവിടെ ആരെയും കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അനുവാദം കിട്ടും വരെ അകത്ത് കടക്കരുത്. നിങ്ങളോട് തിരിച്ചു പോകാനാണ് ആവശ്യപ്പെട്ടതെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോവണം. അതാണ് നിങ്ങൾക്കേറെ പവിത്രം. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തും നന്നായി അറിയുന്നവനാണ്. എന്നാൽ ആൾപ്പാർപ്പില്ലാത്തതും നിങ്ങൾക്കാവശ്യമായ വസ്തുക്കളുള്ളതുമായ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിൽ തെറ്റില്ല. നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചുവെക്കുന്നതും അല്ലാഹു അറിയുന്നു. നീ സത്യവിശ്വാസികളോട് പറയുക, അവർ തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കട്ടെ, ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. അതാണ് അവരുടെ പരിശുദ്ധിക്ക് ഏറ്റം പറ്റിയത്. സംശയം വേണ്ട, അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയെല്ലാം നന്നായി അറിയുന്നവനാണ്. നീ സത്യവിശ്വാസിനികളോട് പറയുക, അവരും തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണം, ഗുഹ്യഭാഗങ്ങൾ കാത്തുസൂക്ഷിക്കണം. തങ്ങളുടെ ശരീര സൗന്ദര്യം വെളിപ്പെടുത്തരുത്, സ്വയം വെളിവായതൊഴികെ. ശിരോവസ്ത്രം മാറിടത്തിനു മീതെ താഴ്ത്തിയിടണം. തങ്ങളുടെ ഭർത്താക്കന്മാർ, പിതാക്കൾ, ഭർതൃപിതാക്കൾ, പുത്രന്മാർ, ഭർതൃപുത്രന്മാർ, സഹോദരങ്ങൾ, സഹോദരപുത്രന്മാർ, സഹോദരീപുത്രന്മാർ, തങ്ങളുമായി ഇടപഴകുന്ന സ്ത്രീകൾ, വലങ്കൈ ഉടമപ്പെടുത്തിയവർ,
ലൈംഗികാസക്തിയില്ലാത്ത പുരുഷ പരിചാരകർ, സ്ത്രൈണ രഹസ്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ എന്നിവരുടെ മുന്നിലൊഴികെ അവർ തങ്ങളുടെ ശരീരഭംഗി വെളിവാക്കരുത്. മറച്ചുവെക്കുന്ന അലങ്കാരത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനായി കാലുകൾ നിലത്തടിച്ചു നടക്കരുത്. സത്യവിശ്വാസികളെ, നിങ്ങളെല്ലാവരും ഒന്നായി അല്ലാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. നിങ്ങൾ വിജയം വരിച്ചേക്കാം. നിങ്ങളിലെ ഇണയില്ലാത്തവരെയും നിങ്ങളുടെ അടിമകളായ സ്ത്രീ പുരുഷന്മാരിൽ നല്ലവരെയും നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക. അവരിപ്പോൾ ദരിദ്രരാണെങ്കിൽ അല്ലാഹു തന്റെ ഔദാര്യത്താൽ അവർക്ക് ഐശ്വര്യമേകും. അല്ലാഹു ഏറെ ഉദാരനും എല്ലാം അറിയുന്നവനുമാണ്. വിവാഹം കഴിക്കാൻ കഴിവില്ലാത്തവർ അല്ലാഹു തന്റെ ഔദാര്യത്താൽ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ കരുത്തുറ്റവരാക്കും വരെ സദാചാരനിഷ്ഠ പാലിക്കണം. നിങ്ങളുടെ അടിമകളിൽ മോചനക്കരാറിലേർപ്പെടാൻ ആഗ്രഹിക്കുന്നവരുമായി നിങ്ങൾ മോചനക്കരാറുണ്ടാക്കുക. അവരിൽ നന്മയുള്ളതായി നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങൾക്കേകിയ അവന്റെ ധനത്തിൽ നിന്ന് അവർക്ക് കൊടുക്കുകയും ചെയ്യുക. ഭൗതിക നേട്ടം കൊതിച്ച് നിങ്ങളുടെ അടിമ സ്ത്രീകളെ അവർ ചാരിത്രവതികളായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത്. ആരെങ്കിലും അവരെ അതിന് നിർബന്ധിക്കുകയാണെങ്കിൽ ആ നിർബന്ധിതരോട് അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനുമായിരിക്കും. നിങ്ങൾക്ക് നാം കാര്യങ്ങൾ വ്യക്തമാക്കുന്ന വചനങ്ങൾ ഇറക്കിത്തന്നിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ ഉദാഹരണങ്ങളും സൂക്ഷ്മശാലികൾക്കുള്ള സതുപദേശങ്ങളും നൽകിയിരിക്കുന്നു. അല്ലാഹു ആകാശഭൂമികളുടെ വെളിച്ചമാണ്. അവന്റെ വെളിച്ചത്തിന്റെ ഉപമയിത ഒരു വിളക്കുമാടം, അതിലൊരു വിളക്ക്. വിളക്ക് ഒരു സ്ഫടികക്കൂട്ടിലാണ്. സ്ഫടികക്കൂട് വെട്ടിത്തിളങ്ങുന്ന ആകാശ നക്ഷത്രം പോലെയും. അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നുള്ള എണ്ണ കൊണ്ടാണ് അത് കത്തുന്നത്. അഥവാ കിഴക്കനോ പടിഞ്ഞാറനോ അല്ലാത്ത ഒലീവ് വൃക്ഷത്തിൽ നിന്ന്. അതിന്റെ എണ്ണ തീ കൊളുത്തിയില്ലെങ്കിൽ പോലും സ്വയം പ്രകാശിക്കുമാറാകും. വെളിച്ചത്തിനുമേൽ വെളിച്ചം. അല്ലാഹു തന്റെ വെളിച്ചത്തിലേക്ക് താൻ ഇച്ഛിക്കുന്നവരെ നയിക്കുന്നു. അവൻ സർവജനത്തിനുമായി ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്നു. അല്ലാഹു സകല സംഗതികളും നന്നായി അറിയുന്നവനാണ്. ആ വെളിച്ചം ലഭിച്ചവരുണ്ടാവുക ചില മന്ദിരങ്ങളിലാണ്. അവ പടുത്തുയർത്താനും അവിടെ തന്റെ നാമം ഉരുവിടാനും അല്ലാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു. രാവിലെയും വൈകുന്നേരവും അവിടെ അവന്റെ വിശുദ്ധി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. കച്ചവടമോ കൊള്ളക്കൊടുക്കകളോ അല്ലാഹുവെ സ്മരിക്കുന്നതിനും നമസ്കാരം നിലനിർത്തുന്നതിനും സക്കാത്ത് നൽകുന്നതിനും തടസ്സമാകാത്ത ചില വിശുദ്ധന്മാരാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സുകൾ താളം തെറ്റുകയും കണ്ണുകൾ ഇളകിമറിയുകയും ചെയ്യുന്ന അന്ത്യനാളിനെ ഭയപ്പെടുന്നവരാണവർ. അല്ലാഹു അവർക്ക് തങ്ങൾ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകാനാണത്. അവർക്ക് തന്റെ അനുഗ്രഹം കൂടുതലായി കൊടുക്കാനും അല്ലാഹു താൻ ഇച്ഛിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നു. സത്യത്തെ തള്ളിപ്പറഞ്ഞവരുടെ സ്ഥിതിയോ അവരുടെ പ്രവർത്തനങ്ങൾ മരുപ്പറമ്പിലെ മരീചിക പോലെയാണ്. ദാഹിച്ചു വലഞ്ഞവൻ അത് വെള്ളമാണെന്ന് കരുതുന്നു. അങ്ങനെ അവൻ അതിന്റെ അടുത്തു ചെന്നാൽ അവിടെയൊന്നും തന്നെ കാണുകയില്ല. എന്നാൽ അവൻ അവിടെ കണ്ടെത്തുക അല്ലാഹുവെയാണ്. അല്ലാഹു അവന് തന്റെ കണക്ക് തീർത്തു കൊടുക്കുന്നു. അല്ലാഹു അതിവേഗം കണക്കു തീർക്കുന്നവനാണ്. അല്ലെങ്കിൽ അവരുടെ ഉപമ ഇങ്ങനെയാണ്. ആഴക്കടലിലെ കട്ട പിടിച്ച കൂരിരുട്ട്. അതിനെ തിരമാല മൂടിയിരിക്കുന്നു. അതിനുമീതെ വേറെയും തിരമാല, അതിനുമീതെ കാർമേഘവും. ഇരുളിനുമേൽ ഇരുൾ, ഒട്ടേറെ ഇരുട്ടുകൾ. സ്വന്തം കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും കാണാനാവാത്ത കൂരിരുട്ട്. അല്ലാഹു വെളിച്ചം നൽകാത്തവർക്ക് പിന്നെ വെളിച്ചമേയില്ല. ആകാശഭൂമികളിലുള്ളവർ, ചിറകുവിരുത്തിപ്പറക്കുന്ന പക്ഷികൾ എല്ലാം അല്ലാഹുവിന്റെ വിശുദ്ധി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് നീ കണ്ടിട്ടില്ലേ?
തന്റെ പ്രാർത്ഥനയും കീർത്തനവും എങ്ങനെയെന്ന് ഓരോന്നിനും നന്നായി അറിയാം. അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണ്. മടക്കവും അല്ലാഹുവിങ്കലേക്കു തന്നെ. അല്ലാഹു കാർമേഘത്തെ മന്ദം മന്ദം തെളിച്ചുകൊണ്ടുവരുന്നതും പിന്നീടവയെ ഒരുമിച്ച് ചേർക്കുന്നതും എന്നിട്ടതിനെ അട്ടിയാക്കി വെച്ച് കട്ട പിടിച്ചതാക്കുന്നതും നീ കണ്ടിട്ടില്ലേ? അങ്ങനെ അവയ്ക്കിടയിൽ നിന്ന് മഴത്തുള്ളികൾ പുറപ്പെടുന്നത് നിനക്ക് കാണാം. മാനത്തെ മലകൾ പോലുള്ള മേഘക്കൂട്ടങ്ങളിൽ നിന്ന് അവൻ ആലിപ്പഴം വീഴ്ത്തുന്നു. എന്നിട്ട് താനിച്ഛിക്കുന്നവർക്ക് അതിന്റെ വിപത്ത് വരുത്തുന്നു. താനിച്ഛിക്കുന്നവരിൽ നിന്നത് തിരിച്ചുവിടുകയും ചെയ്യുന്നു. അതിന്റെ മിന്നൽ വെളിച്ചം കാഴ്ചകളെ ഇല്ലാതാക്കാൻ പോന്നതാണ്. അല്ലാഹു രാപ്പകലുകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതിൽ കണ്ണുള്ളവർക്ക് ഗുണപാഠമുണ്ട്. അല്ലാഹു എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അവയിൽ ഉദരത്തിന്മേൽ ഇഴയുന്നവയുണ്ട്, ഇരുകാലിൽ നടക്കുന്നവയുണ്ട്, നാലുകാലിൽ നടക്കുന്നവയുമുണ്ട്. അല്ലാഹു അവനിച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു. അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. നാം നിയമങ്ങൾ വ്യക്തമാക്കുന്ന വചനങ്ങൾ ഇറക്കിത്തന്നിരിക്കുന്നു. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ നേർവഴിക്ക് നയിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചിരിക്കുന്നു, അവരെ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അതിനുശേഷം അവരിൽ ഒരു വിഭാഗം പിന്തിരിഞ്ഞു പോകുന്നു. അവർ വിശ്വാസികളെയല്ല. അവർക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കാനായി അവരെ അല്ലാഹുവിങ്കിലേക്കും അവന്റെ ദൂതനിലേക്കും വിളിച്ചാൽ അവരിൽ ഒരു വിഭാഗം ഒഴിഞ്ഞുമാറുന്നു. അഥവാ ന്യായം അവർക്കനുകൂലമാണെങ്കിലോ അവർ ദൈവദൂതന്റെ അടുത്തേക്ക് വിധേയത്വഭാവത്തോടെ വരികയും ചെയ്യുന്നു. അവരുടെ ഹൃദയങ്ങളിൽ കാപട്യത്തിന്റെ ദീനമുണ്ടോ? അല്ലെങ്കിൽ അവർ സംശയത്തിലകപ്പെട്ടതാണോ? അതുമല്ലെങ്കിൽ അല്ലാഹുവും അവന്റെ ദൂതനും അവരോട് അനീതി കാണിച്ചേക്കുമെന്ന് അവർ ഭയപ്പെടുകയാണോ? എന്നാൽ കാര്യം ഇതൊന്നുമല്ല. അവർ തന്നെയാണ് അക്രമികൾ. എന്നാൽ തങ്ങൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കാനായി അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും ക്ഷണിച്ചാൽ സത്യവിശ്വാസികൾ പറയുക ഇതുമാത്രമായിരിക്കും: ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അവർ തന്നെയാണ് വിജയികൾ. അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും അല്ലാഹുവെ ഭയപ്പെടുകയും അവനോട് ഭക്തി പുലർത്തുകയും ചെയ്യുന്നവരാണ് വിജയം വരിക്കുന്നവർ. അവർ തങ്ങളാലാവും വിധമൊക്കെ അല്ലാഹുവിന്റെ പേരിൽ ആണയിട്ട് പറയുന്നു. നീ അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ അവർ ജിഹാദിന് പുറപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുക. നിങ്ങൾ ആണയിടേണ്ടതില്ല. ആത്മാർത്ഥമായ അനുസരണമാണ് ആവശ്യം. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. പറയുക, നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കുക, അവന്റെ ദൂതനെയും അനുസരിക്കുക. അഥവാ നിങ്ങൾ പുറംതിരിഞ്ഞു പോവുകയാണെങ്കിൽ അറിയുക, പ്രവാചകന് ബാധ്യതയുള്ളത് അദ്ദേഹം ഭരമേൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ മാത്രമാണ്. നിങ്ങൾക്കുള്ള ബാധ്യത നിങ്ങൾ ഭരമേൽപ്പിക്കപ്പെട്ട കാര്യത്തിലും. നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കു നേർവഴി നേടാം. ദൈവദൂതന്റെ ബാധ്യത സന്ദേശം തെളിമയോടെ എത്തിക്കൽ മാത്രമാണ്. നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവൻ അവരെ ഭൂമിയിലെ പ്രതിനിധികളാക്കും. അവരുടെ മുമ്പുള്ളവരെ പ്രതിനിധികളാക്കിയ പോലെ തന്നെ അവർക്കായി അല്ലാഹു തൃപ്തിപ്പെട്ടേകിയ അവരുടെ ജീവിത വ്യവസ്ഥ സ്ഥാപിച്ചു കൊടുക്കും. നിലവിലുള്ള അവരുടെ ഭയാവസ്ഥയ്ക്ക് പകരം നിർഭയാവസ്ഥ ഉണ്ടാക്കിക്കൊടുക്കും. അവർ എനിക്ക് മാത്രമാണ് വഴിപ്പെടുക, എന്നിലൊന്നിനെയും പങ്കുചേർക്കുകയില്ല. അതിനുശേഷം ആരെങ്കിലും സത്യത്തെ നിഷേധിക്കുന്നുവെങ്കിൽ അവർ തന്നെയാണ് ധിക്കാരികൾ. നിങ്ങൾ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക.
സക്കാത്ത് നൽകുക, ദൈവദൂതനെ അനുസരിക്കുക. നിങ്ങൾക്ക് ദിവ്യാനുഗ്രഹം ലഭിച്ചേക്കാം. സത്യനിഷേധികൾ ഇവിടെ ഭൂമിയിൽ അല്ലാഹുവെ തോൽപ്പിച്ചു കളയുമെന്ന് നീ കരുതരുത്. അവരുടെ താവളം നരകത്തീയാണ്. അതെത്ര ചീത്ത സങ്കേതം. വിശ്വസിച്ചവരെ, നിങ്ങളുടെ അടിമകളും നിങ്ങളിലെ പ്രായപൂർത്തിയെത്താത്തവരും 3 പ്രത്യേക സമയങ്ങളിൽ അനുവാദം വാങ്ങിയ ശേഷമേ നിങ്ങളുടെ അടുത്തു വരാൻ പാടുള്ളൂ. പ്രഭാത നമസ്കാരത്തിന് മുമ്പും ഉച്ചയുറക്കിന് നിങ്ങൾ വസ്ത്രമഴിച്ചുവെക്കുന്ന നേരത്തും ഇശാ നമസ്കാരത്തിന് ശേഷവുമാണത്. ഇത് 3ഉം നിങ്ങളുടെ സ്വകാര്യ സമയങ്ങളാണ്. മറ്റു സമയങ്ങളിൽ അനുവാദമാരായാതെ നിങ്ങളുടെ അടുത്തു വരുന്നതിൽ നിങ്ങൾക്കോ അവർക്കോ കുറ്റമില്ല. അവർ നിങ്ങളെ ചുറ്റിപ്പറ്റി കഴിയുന്നവരാണല്ലോ. നിങ്ങൾ അന്യോന്യം ഇടകലർന്ന് ജീവിക്കുന്നവരുമാണ്. ഇவ்விധം അല്ലാഹു നിങ്ങൾക്ക് അവന്റെ നിയമങ്ങൾ വിവരിച്ചു തരുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, യുക്തിമാനും. നിങ്ങളിലെ കുട്ടികൾക്ക് പ്രായപൂർത്തിയെത്തിയാൽ അവരും അനുവാദം തേടണം. മറ്റുള്ളവർ അനുവാദം തേടുന്ന പോലെ തന്നെ ഇவ்விധം അല്ലാഹു നിങ്ങൾക്ക് അവന്റെ നിയമങ്ങൾ വിശദീകരിച്ചു തരുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. വിവാഹജീവിതം പ്രതീക്ഷിക്കാത്ത കിഴവികൾ തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ അഴിച്ചുവെക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അവർ തങ്ങളുടെ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നവരാകരുത്. മാന്യത പുലർത്തുന്നതു തന്നെയാണ് അവർക്കും നല്ലത്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നിങ്ങളുടെയോ നിങ്ങളുടെ പിതാക്കൾ, മാതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, പിതൃവ്യന്മാർ, അമ്മായിമാർ, അമ്മാവന്മാർ, മാതൃസഹോദരിമാർ എന്നിവരുടെയോ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ കുരുടനും മുടന്തനും രോഗിക്കും നിങ്ങൾക്കും കുറ്റമില്ല. ഏതു വീടിന്റെ താക്കോലുകൾ നിങ്ങളുടെ വശമാണോ ആ വീടുകളിൽ നിന്നും നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കുന്നതിലും തെറ്റില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്കോ കൂട്ടായോ ആഹാരം കഴിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ വീടുകളിൽ കടന്നു ചെല്ലുകയാണെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതവും പവിത്രവുമായ അഭിവാദ്യമെന്ന നിലയിൽ നിങ്ങൾ അന്യോന്യം സലാം പറയണം. ഇவ்விധം അല്ലാഹു നിങ്ങൾക്ക് അവന്റെ വചനങ്ങൾ വിശദീകരിച്ചു തരുന്നു, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ. അല്ലാഹുവിലും അവന്റെ ദൂതനിലും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. പ്രവാചകനോടൊപ്പം ഏതെങ്കിലും പൊതുകാര്യത്തിലായിരിക്കെ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാതെ അവർ പിരിഞ്ഞു പോവുകയില്ല. നിന്നോട് അനുവാദം ചോദിക്കുന്നവർ ഉറപ്പായും അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നവരാണ്. അതിനാൽ അവർ തങ്ങളുടെ എന്തെങ്കിലും ആവശ്യ നിർവഹണത്തിന് നിന്നോട് അനുവാദം തേടിയാൽ നീ ഉദ്ദേശിക്കുന്നവർക്ക് അനുവാദം നൽകുക. അവർക്ക് വേണ്ടി അല്ലാഹുവോട് പാപമോചനം തേടുക. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാണ്. നിങ്ങളോടുള്ള ദൈവദൂതന്റെ വിളി നിങ്ങൾ അന്യോന്യം വിളിക്കും വിധം കരുതി അവഗണിക്കരുത്. മറ്റുള്ളവരെ മറയാക്കി നിങ്ങളിൽ നിന്നും ഊരിച്ചാടുന്നവരെ അല്ലാഹു നന്നായി അറിയുന്നുണ്ട്. അതിനാൽ അദ്ദേഹത്തിന്റെ കൽപ്പന ലംഘിക്കുന്നവർ തങ്ങളെ വല്ല വിപത്തും ബാധിക്കുമെന്നോ നോവേറിയ ശിക്ഷ പിടികൂടുമെന്നോ തീർച്ചയായും ഭയപ്പെട്ടുകൊള്ളട്ടെ. അറിയുക, ആകാശഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിന്റേതാണ്. നിങ്ങൾ എന്തു നിലപാടാണ് എടുക്കുന്നതെന്ന് അവന് നന്നായി അറിയാം. അവങ്കിലേക്ക് എല്ലാവരും തിരിച്ചു ചെല്ലുന്ന നാളിനെക്കുറിച്ചും അവൻ നന്നായി അറിയുന്നു. അപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി അവൻ അവർക്ക് വിവരിച്ചു കൊടുക്കും. അല്ലാഹു സകല സംഗതികളും നന്നായി അറിയുന്നവനാണ്.